എല്ലാവർക്കും വർഷ അബി ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപ്പുമാവ് റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സിമ്പിൾ ഡിഷാണല്ലേ. ഇപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക്, അതുപോലെ തന്നെ കുട്ടികൾക്ക്, ഇപ്പോൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ആരും ഇല്ലാത്തൊരു സമയത്തൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. വല്യുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ റവ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തത്. അപ്പോൾ 1/2 കപ്പ് വെള്ളവും വേണം, പക്ഷേ കുറച്ചും കൂടെ കൂട്ടിയെടുക്കണം, അതാണ് നല്ലത്. എന്നാലേ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പാകത്തിനായി വരുള്ളൂ. അപ്പോൾ ഒരു ചീനച്ചട്ടി വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുക. ഇനി ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അത് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ അളന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. നമുക്ക് വേണ്ട എത്ര അളവാണോ ഉപ്പുമാവ് വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഇടുക. അത് ഉപ്പ് ഒന്ന് നോക്കണം, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ റവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ അത് നന്നാവില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ട് അതിലേക്ക് പതുക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ റവ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കയ്യിൽ റവയും മറ്റേ കയ്യിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതുപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ റവ എല്ലാം കൂടെ കട്ടിയായി പോകും. അപ്പോൾ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക, ആഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ കംപ്ലീറ്റ് യൂണിഫോമായിട്ട് ഇത് പതുക്കെ വെന്ത് വരാൻ സഹായിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതൊന്നും വേവാതെ കിടക്കുന്നത് കാണും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ റവയും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അടച്ച് വയ്ക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഇനി നമ്മൾ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് മതി. ഓക്കെ, ഇപ്പോൾ അടച്ച് വെച്ച് നമ്മൾ തുറന്നിട്ടുണ്ട്. 10-15 മിനിറ്റായി. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.